تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ബഹുമാനം നിറഞ്ഞ പുത്തനെ ഉസ്താദ്, അതുപോലെ തന്നെ ടീച്ചർ ദാരിമി ഉസ്താദ്, തങ്ങൾ ഉസ്താദ്, മറ്റു പ്രിയം നിറഞ്ഞ എല്ലാ ഉസ്താദന്മാരും, അതുപോലെ സ്നേഹനിധികളായ മുത്താലിം സുഹൃത്തുക്കളെ, നാം ഏവരും ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിലാണ്. പ്രിയമുള്ളവരെ, ഈ കാലത്ത് ഇന്ത്യയുടെ ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന, ഇന്ത്യയുടെ ചരിത്രത്തെ മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന ധാരാളം വാദികൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, 1947 ഓഗസ്റ്റ് 15 സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രത്തിന് അധിപന്മാരിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുക്കുമ്പോൾ അവിടെ വെറും ഒരു ആഘോഷം മാത്രമായിരുന്നില്ല, മറിച്ച് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം എന്ന് പറയുന്ന ഒരു വലിയ സംഭവത്തിന് കൂടി ഇന്ത്യ സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം പൊതുവെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക, അതെല്ലാം മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുക, മുസ്ലിങ്ങളുടെ മേലായിരിക്കും അതിൻ്റെ എല്ലാവിധ കുറ്റങ്ങളും അവർ കെട്ടിച്ചുമക്കുക. പ്രിയമുള്ളവരെ, ഈ ചരിത്രം ഞാൻ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെയും വളരെ നല്ല രീതിയിൽ തന്നെ അതിനെ പഠിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം എന്ന ഉത്തരവാദികളും അതുപോലെ കാരണങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നാം ആദ്യമായി നോക്കേണ്ടത് ഉത്തരവാദികൾ ആരാണെന്നാണ്. അതിന്റെ ഉത്തരവാദികൾ പൊതുവെ പറയാറുള്ളത് മുഹമ്മദ് അലി ജിന്ന അതുപോലെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കളെ തലയിലാണ് കെട്ടിച്ചുമക്കുക. പക്ഷേ ചരിത്രം നാം മുമ്പോട്ട് പരിശോധിക്കേണ്ടതുണ്ട്, ചരിത്ര താളുകൾ നാം പിന്നോട്ട് പിറകോട്ടെടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, 1923 വിനായക ദാമോദർ സവർക്കർ എന്ന വ്യക്തി ഹിന്ദുക്കൾക്ക് സ്വന്തമായി രാഷ്ട്രം, ഹിന്ദുക്കൾ മാത്രമുള്ള ഒരു രാഷ്ട്രം വേണമെന്നും അതിനുവേണ്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടി മറ്റൊരു രാഷ്ട്രം കൊടുത്താലും കുഴപ്പമില്ല എന്ന ആശയം ആദ്യമായി ഇന്ത്യയിൽ ഉന്നയിച്ച വ്യക്തിയാണ് വിനായക ദാമോദർ സവർക്കർ. പ്രിയമുള്ളവരെ, അത് മുസ്ലിമായിരുന്നില്ല. ഇന്ത്യയിൽ ഈ ആശയത്തിന് ആദ്യം ഊന്നൽ കൊടുത്ത വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് ഇതൊരു മുസ്ലിം അല്ല. അതുപോലെ തന്നെ 1925 BR അംബേദ്കർ ഈ ആശയത്തെ പ്രചരിപ്പിക്കുകയും പരസ്യമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ 1930 അല്ലാമ ഇക്ബാൽ തൻ്റെ കവിതയിലൂടെ ഈ ആശയം, ഇങ്ങനെ ഒരു ആശയം, ഇത് മുസ്ലിങ്ങൾക്ക് ഒരു രാഷ്ട്രം കിട്ടിയാൽ കുഴപ്പമില്ല എന്ന രീതിയിൽ അദ്ദേഹം ജനങ്ങളുമായി പങ്കുവച്ചത്. ഇത് മുഹമ്മദ് അലി ജിന്നയുടെ അടുത്തെത്തിയപ്പോൾ, ഈ വാർത്ത മുഹമ്മദ് അലി ജിന്നയുടെ അടുത്തെത്തിയപ്പോൾ മുഹമ്മദ് അലി ജിന്ന പറഞ്ഞത്, അല്ലാമ ഇക്ബാൽ ഒരു കവിയാണ്, അദ്ദേഹത്തിന് ധാരാളം ആശയങ്ങളുണ്ടാവും, അങ്ങനെ ഒരു ആശയം പങ്കുവച്ചതായിരിക്കാമെന്ന് ആദ്യം മുഹമ്മദ് അലി ജിന്ന ഇതിനെ നിരസിച്ച് കളയുകയാണ് ചെയ്തത്. ഇതിൻ്റെ അർത്ഥം മുസ്ലിങ്ങൾ ഇങ്ങനെ ഒരു വിഭജിച്ച് ഭരിക്കേണ്ട ഒരു ആവശ്യകതയെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ രാജഗോപാൽ രാജാജി, അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അദ്ദേഹവും ഈ വിഭജനത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് ഈ വിഭജനത്തെ ന്യായീകരിക്കാൻ കഴിയുന്ന കാരണങ്ങളും വ്യക്തമായി ഉണ്ടെന്ന് MN റോയ് പറയുന്നു. അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല. അങ്ങനെ 1947 മെയ് 1 കോൺഗ്രസ് വിഭജനം അംഗീകരിച്ച് രംഗത്ത് വരുന്നത്. അങ്ങനെ
മുഹമ്മദ് ജിന്നയുടെ നേതൃത്വത്തിൽ ചില പ്രത്യേക പ്രേരണകൾ കൊണ്ട് ഇവിടെ വിഭജനം നടത്തേണ്ടി വരികയാണ്. അതുപോലെ 1940 ലാഹോർ പ്രമേയം ഇതിന് വളരെ വലിയ ഒരു ശക്തി പകരുകയുണ്ടായി. അത് വേണമെന്നുള്ള ഒരു ഊന്നൽ കൂടിയത് ലാഹോർ പ്രമേയത്തിലൂടെയാണ്, കോൺഗ്രസിന്റെ ലാഹോർ പ്രമേയത്തിലൂടെ. അതുപോലെ തന്നെ 1946 ബീഹാർ കലാപവും അതുപോലെ കൽക്കട്ട കലാപവും, ഈ കലാപങ്ങളൊക്കെ ഇതിന് വളരെ ഊന്നൽ നൽകുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ കൊണ്ട് നേതാക്കൾ മനസ്സിലാക്കി മുസ്ലിങ്ങൾ മുന്നോട്ട് പോവുകയില്ല എന്ന്, മുസ്ലിങ്ങളും ഒരു ഭൂരിപക്ഷ ഹിന്ദുത്വ രാഷ്ട്രത്തിൽ അവർ മുന്നോട്ട് പോവുകയില്ല എന്ന് നേതാക്കൾ മനസ്സിലാക്കി. അതുപോലെ മൗണ്ട് ബാറ്റൻ പ്രഭു, അദ്ദേഹമാണ് ഈ വിഭജന പ്രക്രിയക്ക് നേതൃത്വം വഹിച്ചത്. ബ്രിട്ടീഷ് വൈസ്രോയായ മൗണ്ട് ബാറ്റൻ പ്രഭു അദ്ദേഹമായിരുന്നു ഈ വിഭജനത്തിന് നേതൃത്വം വഹിച്ചത്. 1947 ജൂൺ 3 വൈകിട്ട് 7 മണിക്കായിരുന്നു ഇന്ത്യയെ വിഭജിച്ച് 2 സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ പരസ്യമായി ഔദ്യോഗികമായി പ്രഖ്യാപനം വരുന്നത്. സ്വത്തുക്കൾ വിഭജിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിരുന്നത് ചൗധരി മുഹമ്മദ് അലിയെയും അതുപോലെ HM പട്ടേലിനെയുമാണ് നിയോഗിച്ചിരുന്നത്. ഇത് ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു ബന്ധവിച്ഛേദനമായിരുന്നു. പ്രിയമുള്ളവരെ, അതിലെ ഓരോ കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിന്റെ ദുരൂഹത എത്രമാത്രമായിരുന്നു എന്ന്. അവർ പറയുന്നുണ്ട്, ധാരാളം ആളുകൾ അവരുടെ സ്വന്തം നാടും വീടും വിട്ടയച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. 1.25 കോടി ജനങ്ങൾ പലായനം ചെയ്തു എന്നാണ് ഇതിന്റെ ഔദ്യോഗിക കണക്ക് പുറത്തുവിടുന്നത്. അതുപോലെ തന്നെ 1-10 ലക്ഷം വരെ ജനങ്ങൾ ഇതിൽ മരണമടഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ബീഹാർ പോലീസ് സൂപ്രണ്ടായിരുന്ന മാട്രിക് പച്ചൽ, അദ്ദേഹത്തിന്റെ 2 ഡെപ്യൂട്ടിമാർ, ഒരാൾ ഹിന്ദുവും ഒരാൾ മുസ്ലിമായിരുന്നു. അതിനാൽ തന്നെ ഒരാൾ പാകിസ്ഥാനിയും ഒരാൾ ഇന്ത്യക്കാരനുമായിരുന്നു. ഇവർക്ക് ഈ സൂപ്രണ്ടിന്റെ ഓരോ കാര്യങ്ങളും, ചെരുപ്പ് മുതൽ വസ്ത്രങ്ങൾ മുതൽ അതുപോലെ അടയങ്കി, തോക്ക്, ഇങ്ങനെയുള്ള ഓരോ വസ്തുവും വിഭജിച്ചത് അവസാനം ഒരു വാദ്യോപകരണത്തിൽ എത്തിച്ചേരുകയാണ്. ഈ വാദ്യോപകരണം ആകെ ഒന്നേ ഉള്ളൂ, അതിനെ വിഭജിക്കാൻ സാധിക്കുകയില്ല എന്ന്. അങ്ങനെ ഈ ഒരു വാദ്യോപകരണത്തിന് വേണ്ടി അവർ പരസ്പരം കലഹിച്ചു എന്ന് വരെ ചരിത്രത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഓഫീസിലിരിക്കുന്ന വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ അവർ വരെ അവരുടെ പഴയ കസേരകൾ, പാകിസ്ഥാനികളെ പുതിയ കസേരകൾ പകരം മാറ്റിക്കാണ്ട് അവർ ചെറിയ ചെറിയ കാര്യത്തിന് തമ്മിലടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ ഈ ബന്ധിവിച്ഛേദനത്തിന് പ്രധാനമായും ചുമതലപ്പെടുത്തിയിരുന്നത്, ഈ 2 രാഷ്ട്രങ്ങളെ വിഭജിക്കാൻ പ്രധാനമായും ചുമതലപ്പെടുത്തിയിരുന്നത് റാഡ്ക്ലിഫിനെയാണ്. റാഡ്ക്ലിഫിന് അറിയാമായിരുന്നു ഇത് വലിയ ഒരു ദുരന്തത്തിലേക്കാണ് ചെന്ന് വീഴുന്നത് എന്ന്. അങ്ങനെ അദ്ദേഹം വളരെ പണിപ്പെട്ട്, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം അതിനു മുമ്പ് ഒരിക്കലും ഇന്ത്യ സന്ദർശിച്ചിട്ടില്ല. അദ്ദേഹത്തിന് കറക്റ്റ് അറിയില്ലായിരുന്നു ഇന്ത്യയുടെ ഭൂപട രേഖകൾ എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ അദ്ദേഹം വളരെ പണിപ്പെട്ട് ഇന്ത്യയെ വിഭജിച്ച് 1947 ഓഗസ്റ്റ് 15 ഈ ലോകത്തോട് പ്രഖ്യാപിച്ചത്. ഇതുമൂലം ധാരാളം ജനങ്ങൾക്ക് ദുരിതം അനുഭവിക്കേണ്ടി വന്നു. അതുമൂലം ധാരാളം കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ജനങ്ങൾ ദുരിതത്തിലാവുകയും ചെയ്തു.
അതുപോലെ അന്ന് പഞ്ചാബ്, ബംഗാൾ എന്നീ രാഷ്ട്രങ്ങളെയായിരുന്നു പ്രധാനമായും ഭൂമിശാസ്ത്രപരമായി പ്രധാനമായും വിഭജിച്ചിരുന്നത്. ബംഗാൾ, പശ്ചിമ ബംഗാൾ, പൂർവ്വ ബംഗാൾ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചു. ഇതിലെ പൂർവ്വ ബംഗാൾ പാകിസ്ഥാനും പശ്ചിമ ബംഗാൾ ഇന്ത്യക്കുമായിരുന്നു. 1971 പൂർവ്വ ബംഗാൾ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. ബംഗാൾ എന്ന ഒരു രാജ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്ന് നാം അനുഭവിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾക്കൊക്കെ ഉടലെടുത്തത്, ആ പ്രശ്നങ്ങൾക്ക് ഉത്ഭവം ഈ 1947 ഓഗസ്റ്റ് 15 ഈ ബന്ധവിച്ഛേദനമാണ്. ഇന്ന് നാം കാണുന്ന ജമ്മു കാശ്മീർ പ്രശ്നം, അന്ന് ജമ്മു കാശ്മീർ ഒരു സ്വതന്ത്ര രാഷ്ട്രമാവണമെന്ന് വാദം ഉന്നയിച്ചു വന്നിരുന്നു. പക്ഷേ അവർക്ക് ആ പദവി നൽകിയില്ല. മറിച്ച് അവർ ഇന്ത്യയുടെയും പാകിസ്ഥാനും ഇടയിൽ രണ്ടുപേരുടെയും സ്വാധീനം കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ആ കാരണത്താലാണ് ഇന്ന് ജമ്മു കാശ്മീരിൽ ധാരാളം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്രൂരതകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് യൂട്യൂബിലും മറ്റു ബ്രൗസറുകളിലും സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. ഈ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ധാരാളം ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നാം സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട്. നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകുവാനും സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.